കയർവിരി ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചെറിയൊരു സ്ഥലം, അതായത് ആൾക്കാരിപ്പോൾ നിരന്തരമായിട്ട് മീൻ പിടിക്കാനൊക്കെ വരുന്നതുകൊണ്ട് ഇവിടെ കുറച്ച് കാടില്ല. അപ്പോൾ ആ ഒരു സ്ഥലത്താണ് നമുക്കിപ്പോൾ ഈ ഒരു മൺതിട്ട നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇതുപോലെ മൺതിട്ട ഏകദേശം 1-2 കിലോമീറ്റർ ദൂരത്തോളം, 2-3 കിലോമീറ്റർ പറയാം, അത്രയും കിലോമീറ്റർ ദൂരത്തോളം ഇവർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഇതാ ഇതിൻ്റെ മൺതിട്ടയുടെ അവസ്ഥയൊക്കെ ഇതാണ്. ഇത് ചെയ്തതൊക്കെ ശരിയാണ്, ഓക്കെ, നമുക്കിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് ആവശ്യമാണ്. പക്ഷേ ഇത് മെയിൻറ്റെയിൻ ചെയ്തു പോകാനുള്ള ഒരു സർക്കാരുകൾക്കുള്ള അത് ഉത്തരവാദിത്തമാണ്. അത് അവർ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടോ എന്നാണ് ഇപ്പോൾ കണ്ണൂർ മൗണ്ടൻ പരിശോധിക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണൂർ മൗണ്ടൻ്റെ. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് കാനാമ്പുഴയുടെ തീരത്താണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കഴിഞ്ഞ സർക്കാർ ഏറെ കൊട്ടിഘോഷിച്ച് നടത്തിയ ഒരു പദ്ധതിയായിരുന്നു കയർവിരി, നടപ്പാത എന്ന് വേണ്ട എന്തൊക്കെ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാൻ പറ്റുമോ അതൊക്കെ കഴിഞ്ഞ സർക്കാർ ഈ ഒരു നടപ്പാതയുടെ പേരിൽ ഒരുപാട്, അതായത് കടന്നപ്പള്ളി രാമചന്ദ്രനാണ് ഇതിൻ്റെ ഉദ്ഘാടനവും മറ്റ് കാര്യങ്ങളെല്ലാം നടത്തിയത്. ഇന്നിപ്പോൾ നമുക്കിതാ കാണാം, ഇതാണ് കാനാമ്പുഴ നടപ്പാതയുടെ അവസ്ഥ. അവിടെ നടപ്പാതയുണ്ട്, വെറും ലൈറ്റിൻ്റെ പോസ്റ്റുകളൊക്കെ കാണാം, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ലൈറ്റിൻ്റെ പോസ്റ്റുകളൊക്കെ. അപ്പോൾ ഓരോരോ സർക്കാർ വരും, അത് ഈ മണ്ണിൽ കൊണ്ടുപോയിട്ട് കുറേ പൈസ അങ്ങോട്ട് ഇടും, എന്നിട്ട് കുറച്ച് അവരെ പോക്കറ്റിലേക്കും, ഈ പണി ചെയ്യിക്കുന്നവരെ പോക്കറ്റിലേക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സർക്കാരുകളാണോ നമുക്ക് ആവശ്യം? അതായത് ഒരു സർക്കാർ ഒരു കാര്യം ചെയ്താൽ അതിൻ്റെ പിന്തുടർച്ച മറ്റൊരു സർക്കാർ ചെയ്യുന്നില്ല. അതായത് ഇപ്പോൾ പുതിയ വന്ന സർക്കാർ ഇതൊക്കെ കാനാമ്പുഴയും ഈ ഒരു കാടും അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം അവിടെ മണ്ണിൽ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന സർക്കാരുകളാണിത്? ഇപ്പോൾ നമുക്കറിയാം എത്ര കോടി രൂപയാണ്, ഏകദേശം 200 കോടി രൂപയെങ്ങാനും ചിലവിലാണ് ഈ ഒരു കയർവിരിയും നടപ്പാതയൊക്കെ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ നേരത്തെ നമ്മൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം നടപ്പാതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഇതിനെക്കാട്ടും വലുത് നമുക്ക് ഫോറസ്റ്റിലേക്ക് കൂടി പോകുന്നതായിരിക്കും. കാരണം അത്രയും വലിയൊരു കാടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വരുന്ന പുതിയ സർക്കാരിൻ്റെയും അതുപോലെ തന്നെ അനുബന്ധ ഉദ്യോഗസ്ഥരുടെയും കിശ വീർപ്പിക്കുന്ന പണി. അപ്പോൾ ഇതിനെതിരെ ജനങ്ങൾ പ്രതികരിക്കണം. ലക്ഷ്യം വെച്ച് ക്ലീൻ ചെയ്ത് ജനങ്ങൾക്ക് നടക്കാനും അതുപോലെ ജോഗിങ്ങിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇതിങ്ങനെ കാട് പിടിച്ച് ഇവിടെ കിടക്കുകയാണ്. തിരിച്ച് ഞങ്ങൾ ഈ റോഡിലേക്ക് വരികയാണെങ്കിൽ ഈ റോഡ് എങ്ങും എത്താത്ത അവസ്ഥയിലാണ്. അതായത് കുറേ വർഷങ്ങളായി ഈ കണ്ടത്തിൽ കടന്നിട്ട്, അതായത് ഇത് വയലാണ്, വയലും പ്രദേശം കിടന്ന് കുഴിക്കുന്നു. അപ്പോൾ ഒന്നും എങ്ങും ആകുന്നില്ല. കാരണം ഈ കാനാമ്പുഴ ഇങ്ങനെ ഇതാവാനും ഈ ഒരു ബ്രിഡ്ജിൻ്റെ പണി ഇവിടെയൊക്കെ ഇങ്ങനെ കളിച്ച് മറിക്കുന്നുണ്ട്, പണി നടക്കുന്നുണ്ട്, പക്ഷേ എങ്ങും എത്തുന്നില്ല. കാരണം മഴയ്ക്ക് മുമ്പായിട്ട് ഈ വയലിലെ പണിയൊക്കെ മഴയ്ക്ക് മുമ്പായിട്ട് ചെയ്യാനായിരുന്നു. അപ്പോൾ ഇതാ കാനാമ്പുഴയുടെ ഇപ്പോഴത്തെ അവസ്ഥയും കൂടി നമുക്ക് കാണാം. കാട് പിടിച്ച് കിടക്കുന്ന കാനാമ്പുഴയെ കാണാം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന അധികൃതർ ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അതായത് ജനങ്ങൾക്ക് പഴയ നടപ്പാത തുറന്നു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്തു കൊടുക്കുന്ന വലിയൊരു ഉപകാരമാവും. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു വിശേഷം കൂടി ഇപ്പം തന്നെ കാണിച്ചു തരാം. നേരത്തെ നമ്മൾ കണ്ട കാടിനുള്ളിൽ ഇതുപോലെ കല്ലിട്ട, അതായത് ചെങ്കല്ലിട്ട നടപ്പാതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓരങ്ങൾ ഇപ്പോൾ ഈ ചെറിയ റോഡ് സൈഡിലല്ല, ഇപ്പോൾ ഓരങ്ങളുടെ അവസ്ഥയാണിത്. നമുക്ക് കാണാം, അങ്ങോട്ടേക്ക് നടക്കാൻ പറ്റുമോ നോക്കാം. നമുക്ക് കാണാം, ദൃശ്യങ്ങൾ കാണാം. ഇതാ ഇവിടെ വെള്ള വരയിട്ട ലൈൻസൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ, കാടിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമുക്കിനി അങ്ങോട്ടേക്ക് നടന്നു പോകുമ്പോൾ കാണാം, നടന്നു പോകാൻ പറ്റുന്നില്ല, പാമ്പുകളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ തന്നെ 2-3 പാമ്പിനെ കണ്ട് നടന്നു വരുന്ന വഴിക്ക്. അപ്പോൾ ഈ കാടിങ്ങനെ വെക്കുന്ന എന്തിനാണ്? അതുപോലെ തന്നെ കഴിഞ്ഞ സർക്കാർ ചെയ്ത ഒരു പരിപാടിയാണ്, പുതിയ സർക്കാർ അത് പിന്തുടർച്ച ഇല്ലാത്ത എന്തുകൊണ്ട്? നമുക്ക് ഈ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഈ ഒരു നടപ്പാത, അതായത് ജനങ്ങൾക്ക് വന്ന് വൈകുന്നേരങ്ങളിൽ വന്ന് ഇരിക്കാൻ, കുടുംബത്തോടൊക്കെ വന്നിരിക്കാനും അതുപോലെ തന്നെ നടക്കാനും ജോഗിങ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇന്നത്തെ ഇതിൻ്റെ അവസ്ഥ നമുക്കറിയാം, 2 സൈഡിൽ ഇനി അങ്ങോട്ട് പോകാനായിട്ട് പറ്റില്ല. ഞാനിപ്പോൾ ഏകദേശം ഇപ്പോൾ പണി നടക്കുന്ന ഈ ഒരു ദേശീയപാതയുടെ സൈഡിൽ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല, അത്രയും കാടാണ്. കോടികളാണ് ഈ ഒരു പദ്ധതിക്ക് വേണ്ടി കഴിഞ്ഞ സർക്കാർ ചെയ്തിരിക്കുന്നത്. ആ കോടികൾ ഇപ്പോൾ വന്ന പുതിയ സർക്കാരോ അല്ലെ കോർപ്പറേഷനോ ഒരു വിധത്തിലുള്ള തിരിഞ്ഞു നോക്കലുമില്ല. കോർപ്പറേഷൻ എന്താണ് ചെയ്യുന്നത് അവർക്ക് പോലും വലിയ നിശ്ചയമില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കീഴ്ത്തള്ളിയിൽ ഒരു വയോജന കേന്ദ്രം പോയി കണ്ടു. അവിടെ പട്ടിയും കുറുക്കനൊക്കെ ആയിരുന്നു താമസിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നേരത്തെയൊക്കെ ആണെങ്കിൽ
കോർപ്പറേഷൻ ഭരിക്കുന്നത് കോൺഗ്രസും അതുപോലെ തന്നെ സംസ്ഥാനം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരിക്കലും ചേരാത്ത ഒരു സംഭവമായിരുന്നു. ഇപ്പോൾ കോർപ്പറേഷൻ ഭരിക്കുന്നതും സംസ്ഥാനം ഭരിക്കുന്നതും ഒരേ സർക്കാരാണ്. അപ്പോഴാണ് ഈ ഒരു സ്ഥലം ഇങ്ങനെ കാടായിട്ട് കിടക്കുന്നത്. ജനങ്ങൾക്ക് പ്രതികരിക്കാം. കാരണം ഇതൊക്കെ നമ്മൾ ഓരോരുത്തരുടെയും നികുതി പണം കൊണ്ട് ഉണ്ടാക്കി വെക്കുന്നത്, അല്ലാണ്ട് ഇവരെ സർക്കാരിലെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ അവരുടെ ആരുടെയും വീട്ടിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്ന് ചെയ്യുന്നതല്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, വൃത്തിയാക്കി കിട്ടണം. അപ്പോൾ ജനങ്ങൾക്ക് പ്രതികരിക്കാം. നമ്മുടെ ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. കോടികൾ ചിലവാക്കിയിട്ട് ഇപ്പം നമുക്ക് നടന്നു, ഇപ്പോൾ ഞാൻ പേടിച്ചാണ് ഇതിൽ നടക്കുന്നത്. കാരണം പെരുമ്പാമ്പും അതുപോലെ തന്നെ മൂർക്കം പാമ്പൊക്കെ ഈ ഒരു കാടിൻ്റെ ഉള്ളിൽ, അതായത് പുഴയോട് ചേർന്ന സ്ഥലമാണ്. അപ്പോൾ എന്തായാലും പാമ്പുകൾ, ഞാനിപ്പോൾ 3 പാമ്പിനോളം കണ്ടു, പാമ്പുകളുണ്ട്. അപ്പോൾ ഇതാ പുഴ, ഇതാണ് നമ്മളെ കാനാമ്പുഴ സുന്ദരിയാണ്. പക്ഷേങ്കിൽ ഇപ്പോൾ കാനാമ്പുഴ ദേശത്തിലാണ്. കാരണം കാനാമ്പുഴ സുന്ദരിയാണെന്ന് പറയാൻ കാരണം കാനാമ്പുഴ നമ്മൾ ഒരുപാട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കാനാമ്പുഴയുടെ അവസ്ഥ ഉണ്ടോ, നിറയെ പ്ലാസ്റ്റിക്. ഇതൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം ക്ലീൻ ചെയ്ത, കണ്ണൂർ മൗണ്ടനും SM കോളേജിലെ കുട്ടികളും ഒരു പ്രാവശ്യം ക്ലീൻ ചെയ്തതാണ്. അപ്പോൾ ഇതാണിപ്പോൾ കാനാമ്പുഴയുടെ അവസ്ഥ ഉണ്ട്. നിറയെ പ്ലാസ്റ്റിക് ഈ ഒരു പുഴയിൽ വന്ന് അടിഞ്ഞു കൂടിയിരിക്കുകയാണ്. എല്ലാം നിറയെ ഒരുപാടുണ്ട്, ചാക്ക് കണക്കിന് പ്ലാസ്റ്റിക്കാണ് കഴിഞ്ഞ ഇതേ സമയത്ത് നമ്മൾ ഈ ഒരു കാനാമ്പുഴയിൽ നിന്ന് വാരിയെടുത്തത്. അപ്പോൾ ഇപ്പോൾ അങ്ങോട്ടൊന്നും പോകാനായിട്ട് പറ്റില്ല, അത്രയും പ്ലാസ്റ്റിക്കാണ് ഈ ഒരു പുഴയിൽ വന്ന് അടിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 2 മാസമായിട്ടുള്ളൂ ഈ ഒരു പുതിയ സർക്കാർ വന്നിട്ട്. പക്ഷേ 2 മാസം കൊണ്ട് അവർക്ക് ഒന്നിത് മിഷൻ വെച്ച് ക്ലീൻ ചെയ്യായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ പെറുക്കിയെടുക്കായിരുന്നു. മഴ പിടിച്ചിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. അപ്പോൾ നമുക്കറിയാം ഇതൊക്കെ ചെയ്യാൻ, ഇതൊന്നും ഇങ്ങനെ മതി എന്ന് തീരുമാനിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നത്. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വിഷയമായിട്ട് വരുന്നവരേക്കും ബൈ. നമുക്ക് ജനങ്ങൾക്കും പ്രതികരിക്കാം. അത് ഈ വീഡിയോയുടെ അടിയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.